Hey guys, welcome back to Athlete Talk. It's me, Hamal. ഗൈസ്, നമ്മുടെ കേരള ടു നോർത്ത് ഇന്ത്യൻ യാത്രയിൽ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം എന്ന് പറയാനായിട്ട് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദുർഘടമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്നലെ. അത് കാരണം കൊണ്ട് തന്നെ ഇന്നലെ വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. അത് കാരണം കൊണ്ടാണ് ഇന്ന് രാവിലെ തൊട്ട് എടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ പുറകെ കാണുന്ന രാജധാനി എക്സ്പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിലാണ് നമ്മൾ കേരള ടു ഡൽഹി പോകുന്നത്. എൻ്റെ ഒരു കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S7 എന്ന് പറയുന്നത് എൻ്റെ ഈ പുറകെ കാണുന്ന കോച്ച് തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, അതേ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ബുക്ക് ചെയ്തതിൽ നമുക്കൊരു ചെറിയൊരു പ്രശ്നം പറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിംഗ് ആയില്ല. അത് കാരണം കൊണ്ട് തന്നെ നമ്മളൊരു സീറ്റ് ഷെയറിങ് ചെയ്യേണ്ടി വന്നു. അതിനെന്തോ പറയുമായിരുന്നല്ലോ, ഞാൻ മറന്നുപോയി അതിൻ്റെ പേര്. എന്നാ അതിന് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചാലിയുടെ അവസ്ഥ. പഞ്ചാലി 5 പേരാണ്, പക്ഷേ കേരള ഗവൺമെൻറ്റിൻ്റെ സീറ്റ് 2 പേര്. അങ്ങനെ അതിനെന്തോ പേര് പറയുമായിരുന്നു, ഞാൻ പേര് മറന്നുപോയി. എനിവേ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളെ ഉച്ചയാകുമ്പോഴാണ് ചെല്ലുള്ളൂ. ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് 1:30 ആലുവയിൽ നിന്ന് കയറി ഇന്ന് രാജധാനി എന്ന് പറയുന്ന ഏതോ ഒരു സ്ഥലത്ത് ഇപ്പോൾ വെളുപ്പിന് 7:30 ഒരു കുറച്ച് നേരം പിടിച്ചിട്ടേക്കാണ് ട്രെയിന്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത സ്റ്റേഷനുകളെല്ലാം. ഞാനീ പറഞ്ഞ പോലെ നമ്മൾ റെഫറൻസ് ഒന്നും നോക്കിയിട്ടില്ല, എവിടെ ചെല്ലണം എങ്ങനെ ചെല്ലണം എന്നൊന്നും നോക്കിയിട്ടില്ല. ഇനി നമ്മൾ ഡൽഹി ചെന്നിട്ടാണ് തീരുമാനിക്കുള്ളൂ എങ്ങോട്ട് പോകണം എന്നൊക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ പ്രത്യേകിച്ചൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടല്ല നമ്മൾ നോർത്ത് ഇന്ത്യക്ക് പോകുന്നത് തന്നെ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മളൊരു കൃത്യമായിട്ടുള്ളൊരു ഡെസ്റ്റിനേഷൻ പറയുന്നില്ല. ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങിയിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീറ്റ് ഇങ്ങനെ 2 പേര് ഷെയർ ചെയ്യുമ്പോഴേ, അതും എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ വിൻഡോ സൈഡ് സീറ്റാണ്. അപ്പോൾ ആ സീറ്റിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും രാവിലെ തൊട്ട് ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇങ്ങനെ ഇരിപ്പാണല്ലോ, ഇരുന്ന് ഏകദേശം 8 എന്നിട്ടിങ്ങനെ പോന്നു. അപ്പോൾ ഇന്ന് നേരം വെളുത്തു, ഒരു 7 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങി. അതാണിപ്പോൾ നിലവിലത്തെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഈ കാണുന്ന ഇത്രയും ആളുകൾ പുറത്തിറങ്ങി നിൽപ്പുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IB പോകുന്ന പിള്ളേരാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള. ഏകദേശം എൻ്റെ ആ ഒരു S7 എന്ന് പറഞ്ഞ ക്യാബിൻ്റെ അകത്ത് ഒരു 3 സീറ്റ് മാത്രമേ ഒഴിവുള്ളൂ. ബാക്കിയെല്ലാം ഈ പിള്ളേർ ഇങ്ങനെ ഒരു 10-65 പിള്ളേരുണ്ട്. അവരെല്ലാം ബുക്ക് ചെയ്തിട്ടേക്കാണ്. അത് കാരണം കൊണ്ട് തന്നെ ഒരു 85% മലയാളികളാണ്. ഇത് കണ്ടോ, ഒരു പയ്യൻ നോക്കണുണ്ടോ, ഒന്ന് ചിരിക്കടാ. അവൻ വന്നപ്പോൾ തൊട്ടേ നമ്മളിങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് വടാപ്പാവ് ഉണ്ടെന്ന് പറഞ്ഞത്, വടാപ്പാവ് അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ ചലിക്കാം ഗൈസ്. ഞാൻ നിങ്ങളെ എൻ്റെ സീറ്റ് കാണിച്ചു തരാം. സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ 47 എന്ന് പറഞ്ഞ സീറ്റാണ്. RAC ആയിരുന്നു നമ്മൾ. ഇത് കാരണം കൊണ്ട് തന്നെ ബുക്ക് ചെയ്തിട്ട് ആയില്ല. അപ്പോൾ ഒരു സീറ്റിൽ 2 പേരുണ്ട്. നമുക്ക് രാത്രി സ്ലീപ്പറാണ്, ബുക്ക് ചെയ്ത് കാര്യമില്ല. 2 പേരുണ്ടാവും ഒരു സീറ്റിൽ. ഇത് കാരണം കൊണ്ട് തന്നെ നമ്മൾ രാത്രിയൊക്കെ ഇരുന്നാണ് ട്രാവൽ ചെയ്തത്, അങ്ങനെ വേണം പറയാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി പോകുന്ന വഴിക്കാണ്. ഇപ്പോൾ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഓടുന്നതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കണമെന്ന് തോന്നുന്നു. എനിവേ, എന്തായാലും അടിപൊളിയാണ്. എപ്പോഴും പറയാറുള്ളത് അടിപൊളിയാണ്. ഇത് നമ്മുടെ വാഷ്റൂം ഏരിയകൾ. വലിയ വൃത്തിയൊന്നുമില്ല, ബാത്റൂമൊക്കെ അലമ്പായിട്ട് തന്നെ കിടക്കുന്നത്. കണ്ണാടിയൊക്കെ വലിയ കുഴപ്പമില്ല. കയറി വരുന്ന എൻട്രൻസ് ആയാലും വലിയ കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നോർത്ത് ഇന്ത്യൻസാണ്. ഇപ്പോൾ താഴെയുണ്ട് മലയാളീസാണ്. ഇതാണ് നമ്മുടെ സീറ്റ്. ഇതല്ല 47. ഇത് തന്നെ ഒരു പുള്ളി കിടപ്പുണ്ട്. ഇതിൻ്റെ മേളിലൊക്കെ ആൾക്കാർ കിടപ്പുണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മേളിൽ കയറി കിടക്കായിരുന്നു. അത് നടന്നില്ല. ഇവിടെയൊക്കെ ഫുള്ളാണ്. അതെ, ഇവനെ ഇതിൻ്റെ മേളിൽ. അങ്ങനെയാണ് സംഭവങ്ങൾ. എന്തായാലും എനിവേ, ബാക്കി നമുക്ക് പിന്നെ കാണാം. ലൈറ്റ് ഒക്കെ കേട്ടോ, ഇതൊരു സംഭവങ്ങളാണ്. അപ്പോൾ ഇനി അടുത്തതിൽ കാണാം.